വെൽക്കം ടു അമ്പാടി. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ചിക്കൻ 65 ബിരിയാണിയാണ്. അത് എൻ്റെ അനിയത്തിൻ്റെ മക്കളാണ്. ഇവർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എപ്പോഴും നമ്മൾ പലവിധ ബിരിയാണികളും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിക്കൻ 65 ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് കഴിച്ചിട്ട് ഇവർ ടേസ്റ്റ് പറയും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കാം. 65 ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, നല്ല ജീരകമാണ്, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടീസ്പൂൺ കോൺഫ്ലവറും, ഇനി ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ കരിവേപ്പില. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം ഇത്. പിന്നെ ഇതിലില്ലേ, ക്യാമറാമാനോട് വിട്ടുപോയി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. ഈ അരപ്പെല്ലാം നല്ലവണ്ണം ഇറച്ചിയിൽ പിടിച്ചതിന് ശേഷം വേണേൽ ഒരു 15 മിനിറ്റ് വെക്കാം, ഇല്ലെങ്കിൽ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ചൂടായ എണ്ണയിലോട്ട് വറുത്തെടുക്കാം. ഇത് മസാല ഉരുട്ടി വെച്ച ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. എന്താ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. പിന്നെ ഇല്ല, ഇത് ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കുക, എന്നാലും ഉള്ളൊക്കെ നല്ലോണം വെന്ത് കിട്ടുള്ളൂ. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ നമ്മൾ മുഴുവൻ പൊരിച്ചെടുത്തു. ഇനി അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമുക്കിനി ഇതിൻ്റെ ബിരിയാണി റൈസിലേക്ക് കിടക്കാം. ആദ്യം ഞാനൊരു ഉള്ളി 2 ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ചുവന്ന് വരുന്നവരെ വറുത്തെടുക്കാം. നമ്മുടെ ഉള്ളി നല്ല കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇതുപോലെ കുറച്ച് ഉള്ളി ഇട്ടിട്ട് വറുത്തും മാറ്റി വെക്കാം. ഞാനിവിടെ കുക്കറിലാണ് ചെയ്യുന്നത്. സാധാരണ പാത്രത്തിലും ചെയ്യാം. എനിക്ക് കുക്കറിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അത് നമ്മൾ ബിരിയാണിയിലിടുന്ന എല്ലാ സാധനങ്ങളും, അതായത് പട്ട, കറാമ്പ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനി അതിലോട്ട് മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 5 കപ്പ് വെള്ളമാണ്. അതായത് ഞാൻ 2.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസ് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ കഴുകി ഊറ്റി വെച്ച 2.5 കപ്പ് നെയ്ച്ചോറിൻ്റെ അരി, ബിരിയാണി റൈസ് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം തിളച്ചതിന് ശേഷം കേട്ടോ ഞാൻ അരി ചേർത്ത് കൊടുത്ത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റീം വരണ്ട, അപ്പോഴേക്കും എൻ്റെ ഇത് വെന്ത് കിട്ടും. നമ്മുടെ ഇത് വേവുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സോസ്, നല്ല ടേസ്റ്റാണ് കേട്ടോ, അത് ഉണ്ടാക്കിയെടുക്കാം. സോസ് നല്ല ടേസ്റ്റുള്ള സോസാണ്. ഈ സോസിന് ഞാൻ 1/2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നു. തൈര് പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ. അതിലോട്ട് മല്ലിയില പുതിനയില ചെറുതായി അരിഞ്ഞത്. ഇനി ചേർക്കാൻ പോകുന്നത് 1.5 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതില്ല, കുറച്ച് പകുതി ചോറ് മാറ്റി വെച്ചിട്ട് അതിൻ്റെ നടുക്ക് നമ്മുടെ ഈ സോസ് നിരത്തി കൊടുക്കാം. ആ സോസില്ല ചോറിൻ്റെ മുകളിൽ നിരത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയില്ലേ, അത് അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചോറില്ല ഇതിൻ്റെ മുകളിലോട്ട് സെറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ സാധാരണ ബിരിയാണി ദം ചെയ്യുന്നില്ല, അതേപോലെ കുറച്ച് ചോറ് വേണ്ടിയിട്ട് മസാല ചേർക്കുന്ന പോലെ തന്നെ ഇതും ചെയ്യാം. 5 മിനിറ്റ് ചെറിയ തീയിലിട്ട് ദം ചെയ്തെടുക്കാം. മറ്റേ ബിരിയാണി പോലെ കുറേ നേരം ഒന്നും ചെയ്യണ്ട. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ 65 അതൊരു ബൗളിലാക്കിയിട്ട് കുറച്ച്, എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ വെച്ച മസാല തയ്യാറാക്കിയ റൈസില്ല അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇന്നത്തെ ഈ ചിക്കൻ 65 ബിരിയാണിയിലെ ഇതിൻ്റെ റൈസ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഈ ചിക്കൻ 65 കൂടി നമ്മൾ ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിശാലും ശിവതയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് കൂടെ ചെയ്യല്ലോ.